നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷെ ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആവേശകുമാരന്മാർ പറയുന്നത് നമ്മൾ POK പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചടക്കണമായിരുന്നു, ബലൂചിസ്ഥാനികളെ ചതിച്ചു എന്നൊക്കെയാണ്. പക്ഷെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇത് തന്നെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ. യുദ്ധം എന്നത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനകളിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ. കാരണം പാകിസ്ഥാൻ എന്നത് ഒരു തെമ്മാടി രാഷ്ട്രമാണ്. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരു ചൊല്ലുണ്ടല്ലോ, നെവർ റസിൽ വിത്ത് എ പിഗ്, യു ബോത്ത് വിൽ ഗെറ്റ് ഡർട്ടി ഇഫ് ദ പിഗ് ലൈക്സ് ഇറ്റ്. പന്നിയുമായി മൽപ്പിടുത്തം നടത്തരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ പന്നിക്ക് മുകളിൽ പന്നിയും നിങ്ങളും അഴുക്ക് ചളി പറ്റും നിങ്ങളുടെ ശരീരത്തിൽ. പന്നിക്കത് ഇഷ്ടമാണ്. പക്ഷെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇരുവശത്തും നഷ്ടമുണ്ടാകും. ചിലപ്പോൾ സമ്പൂർണമായിട്ട് പാകിസ്ഥാനെ നമുക്ക് തകർക്കാൻ കഴിയും. പക്ഷെ വളർന്നുകൊണ്ടിരിക്കുന്ന 2047 വികസിത രാഷ്ട്രമാകണമെന്ന് കരുതി അതിനുള്ള പ്രയാണത്തിലുള്ള നമ്മുടെ രാഷ്ട്രവും കുറേ അധികം പിറകോട്ട് പോകും. ഒരു യുദ്ധം ഇരുവശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പഹൽഗാമിൽ 26 പേരെ മതം ചോദിച്ച് കൂട്ടക്കൊല ചെയ്ത വർഗീയ ഭീകരവാദ സംഘടനകൾക്ക് അവരുടെ ആസ്ഥാനങ്ങളെ തന്നെ തകർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു. പാകിസ്ഥാന്റെ തിരിച്ചടികൾക്ക് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായിട്ട് അതിനെയെല്ലാം, അവരുടെ ഡ്രോണുകളെല്ലാം തകർത്തു, അവരുടെ റോക്കറ്റുകളെ തകർത്തു, അവരുടെ വിമാനങ്ങളെ തകർത്തു, അവരുടെ വൈമാനികരെ പിടിച്ചെടുത്തു. നമ്മളുടെ കസ്റ്റഡിയിലാണ് വൈമാനികർ അവരുടെ. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും, അവരുടെ ആർമിയുടെ കൃത്യമായിട്ടുള്ള പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർക്കാൻ നമുക്ക് കഴിഞ്ഞു. കൃത്യമായിട്ട് നമ്മൾ അവർക്ക് കൃത്യമായ സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അവരുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, തുർക്കി ഒഴികെ ഒരു ലോകരാജ്യങ്ങളും നമ്മെ സഹായിച്ചില്ല. നമ്മുടെ ശത്രു, അതായത് ഭാരതം ശക്തിമാനാണ്, വളരെ ശക്തിയുള്ള രാഷ്ട്രമാണ്, അവരോട് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെടിനിർത്തലിന് അഭ്യർത്ഥിക്കേണ്ടി വന്നു എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്ന വീഡിയോ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഈ യുദ്ധം നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. സദ്ഗുണ വൈകൃതമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നവരുണ്ട്. യുദ്ധം എന്നത് ഒരു പാകിസ്ഥാനെ പോലെ ഒരു തെമ്മാടി രാഷ്ട്രമല്ല ഭാരതം. ഭാരതത്തിന് ഈ ലോകക്രമത്തിൽ അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ഒരു ഗവൺമെന്റും, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും താല്പര്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് പ്രശംസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഭാരതത്തിന്റെ കരുത്ത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചൈനയുടെ ടെക്നോളജിയുടെ പാകപ്പിഴകളും അതിന്റെ തകരാറും ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ പരിതാപകരമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇവിടെ പരാജയപ്പെട്ട പാകിസ്ഥാനോടൊപ്പം തന്നെ ചൈനയും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആകാശ് സിസ്റ്റം അടക്കം, മിസൈലുകൾ അടക്കം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കരുത്തുറ്റതാണെന്നും ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. വളരെ കരുത്തേറിയ ഒരു സൈനിക സംവിധാനം ആണ് ഭാരതത്തിനുള്ളത് എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഓരോ രാജ്യത്തിനും, ഓരോ പൗരനും, രാജ്യത്തിലെ ഓരോ പൗരനും അഭിമാനത്തോടെ ശിരസുയർത്തി പിടിച്ച് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ, മറ്റ് മനുഷ്യർക്ക് മുമ്പിൽ നിൽക്കാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ ഭാരതത്തെ കൈപിടിച്ചുയർത്താൻ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ ഗവൺമെന്റിനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകക്രമത്തിൽ ഇന്ത്യ വലിയൊരു ഭയക്കേണ്ട സൈനിക ശക്തിയാണെന്ന ഒരു സൂചന നൽകുവാനും നമുക്ക് കഴിഞ്ഞു. ഈ യുദ്ധം നമ്മൾ വിജയിച്ചു തന്നെയാണ്. ഇതിനെ വിമർശിക്കുന്നവരോട് പറയാൻ, യുദ്ധം എന്നത് അത്ര ഈ മത്തി വാങ്ങിക്കുന്ന ലാഘവത്തോടെ കാണാൻ കഴിയുന്നതല്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശത്രുവിനോട് പറഞ്ഞു, ഇനിയൊരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിനെതിരെയുള്ള യുദ്ധമായി കണക്കാക്കുമെന്ന്. ലോകക്രമത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അങ്ങേയറ്റം ആ മര്യാദ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു തെമ്മാടി രാഷ്ട്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടിയെ, ഈ നിലപാടിനെ വിമർശിക്കുന്നതിന് മുമ്പ് 100 വട്ടം ചിന്തിക്കുക. നമ്മുടെ ഭാവി തലമുറ ഈ ലോകക്രമങ്ങളിൽ സമ്പന്നമായ ഒരു രാഷ്ട്രത്തിന്റെ പൗരന്മാരായി ജീവിക്കണോ, അതോ പരസ്പരം തല്ലുകൂടുന്ന ഇല്ലെങ്കിൽ
മതത്തിനോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ഇല്ലെങ്കിൽ അതിർത്തിക്ക് വേണ്ടി തല്ലുകൂടുന്ന ഒരു ദരിദ്ര രാഷ്ട്രമായി പാകിസ്ഥാനെ പോലെ തകർന്നു പോകണോ എന്നുള്ളത് ചിന്തിക്കുക. ഒരു സമ്പന്ന രാഷ്ട്രമായി നമ്മുടെ ഭാവി തലമുറ മാറണം എന്ന ഒരു സമ്പന്ന രാഷ്ട്രത്തിന്റെ പൗരന്മാരായി ഭാവി തലമുറ മാറണം എന്ന് ചിന്തിക്കുന്നവർ ഈ ഗവൺമെന്റിനെ നിലപാടിനെ സർവാത്മന സ്വാഗതം ചെയ്യും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളും അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം.